എല്ലാവർക്കും നമസ്കാരം. ജലദോഷത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വിട്ടുമാറാത്ത ജലദോഷം നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണൂ. കാരണം ചില ആളുകൾ ഒരുപാട് നാളായിരിക്കും മെഡിസിൻ കഴിക്കുന്നത്, പലവിധ മെഡിസിൻസും കഴിക്കുന്നുണ്ടാവും. ചിലർ ചുക്ക് കാപ്പി പോലുള്ള പലവിധ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടാവും. എന്നിട്ടും കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതും കൂടി ചെയ്ത് നോക്കും. നമ്മുടെ തല മുതൽ കാല് വരെ പല അവയവങ്ങൾക്കും കഫം വേണം. എല്ലാ അവയവങ്ങൾക്കും കഫത്തിൻ്റെ വേറൊരു ഫോർമാറ്റിലുള്ള രൂപങ്ങൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ മൂക്കിലൂടെ വരുന്ന ശ്രമം മാത്രമാണ് കഫം ഉള്ളത്. അല്ല, കഫം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ പൊടിപടലങ്ങളെല്ലാം ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ശരീരം പുറത്തേക്ക് തള്ളുക. ആ പുറത്തേക്ക് തള്ളുന്ന സമയത്താണ് ജലദോഷത്തിൻ്റെ രൂപത്തിൽ വരുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കി ബോഡീനെ സന്തോഷത്തോടു കൂടി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. നമ്മൾ ഇത് തണുപ്പ് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനോട് ദേഷ്യമാണ്. അല്ലെങ്കിൽ ഞാനൊക്കെ അങ്ങനെയായിരുന്നു, പണ്ട് പറയായിരുന്നു എന്തൊരു ഇതാണ്, ഇതൊരു കഷ്ടമാണ്. കാരണം ബോഡി പെയിനായിരിക്കും, എല്ലാ ജോയിൻസിലും വേദനയുണ്ടാവും. പിന്നെ ചുമച്ചിട്ട് വയറൊക്കെ വേദനയായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ടൈമിന് എന്ത് ചെയ്യും, നന്നായിട്ട് ഫുഡും കഴിക്കും. കാരണം നേരം നോക്കി ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ അക്യുപഞ്ചറിൽ വന്നതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ വിശപ്പ് വളരെ കുറവായിരിക്കും. ആ ടൈമിന് ജലദോഷം വന്നാൽ വിശപ്പ് ഉണ്ടാകില്ല ശരിക്കും. അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിശക്കുന്ന ടൈമിന് നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കഫത്തിൻ്റെ സംബന്ധമായ രോഗങ്ങൾ പോകുന്നത് കാണാം. എനിക്ക് ഈ അക്യുപഞ്ചറിൽ വന്നതിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ജലദോഷം വന്നിട്ടുള്ളൂ. ഈ കൂടെ എനിക്ക് ജലദോഷം ഉണ്ടാകുന്ന പനി ഉണ്ടാവാറുണ്ടായിരുന്നു. അതിനു മുന്നേ പലവിധ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. ഇനി കാലാവസ്ഥ മാറിയാൽ പോലും അങ്ങനത്തെ ഒരു ജലദോഷ സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. ഈ ജലദോഷം കൂടെ ഉള്ളവർ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോകാത്തവർ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിശക്കുമ്പോൾ ഭക്ഷണം നന്നായി ചവച്ചരച്ചുകൊണ്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചവച്ചരക്കാതെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇങ്ങനെ വിഴുങ്ങുന്ന പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിലെത്തിയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറേ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇതിനെ ദഹിപ്പിക്കാൻ നിങ്ങൾ നന്നായിട്ട് ചവച്ചരക്കുമ്പോൾ ഉമിനീരുമായിട്ട് ചേരുമ്പോൾ വയറ്റിൽ നിന്ന് വേഗം തന്നെ ഡൈജഷൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഈ കൂടുതലായിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഫം കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതും എന്ത് ചെയ്യും, പുറത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണ് ഓരോരോ ആൾക്ക് ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദുഃഖം. എന്തിനെങ്കിലും ഒരു കാരണം കൊണ്ട് ദുഃഖം അധികമായിട്ട് ഹോൾഡ് ചെയ്യുന്നത്, അത് റിലീസ് ചെയ്യാണ്ട് നമ്മൾ ഉള്ളിൽ സപ്രസ് ചെയ്യുന്നതാണെങ്കിൽ ഈ കഫത്തിൻ്റെ അസുഖം കൂടുന്നത് കാണാം. നിങ്ങൾ ആ മാനസിക സംഘർഷം റിലീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നത് കാണാം. ശ്വാസം മുട്ടലുള്ള രോഗികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ദുഃഖം അടിച്ചമർത്തിയിട്ടുണ്ടാവും ആരോടും പറയാണ്ട്. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യും, പുറത്തേക്ക് റിലീസ് ചെയ്യണം. അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യല്ല വേണ്ടത്. നമ്മൾ തന്നെ ആ ഒരു ദുഃഖത്തിൻ്റെ കാരണം കണ്ടെത്തി അതൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ശ്വാസം മുട്ടലിൻ്റെ ആ ജലദോഷത്തിൻ്റെ ആ പ്രോബ്ലം മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചവച്ചരച്ച് കഴിക്കുക. ഈ ദുഃഖമുള്ളത് അവസ്ഥ നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം വലിച്ച് ആ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, റിലീസ് ശ്വാസം വിടുന്നത് ഫുള്ളായിട്ട് വായിലൂടെ പുറത്തേക്ക് ശ്വാസം വിടുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സ് നന്നായിട്ട് പോകുന്നത് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, എന്തിലാണ് ദുഃഖം, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റിലേക്കുള്ള ആൻസൈറ്റി ആയിരിക്കും. ഈ 2 കാര്യങ്ങളാണ് നമ്മളെ രോഗികളാക്കുന്നത്. നിങ്ങൾ ആ ഒരു ഏതാണോ നിങ്ങളിൽ ഉള്ളത് അതിനൊന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങളത് റിലീസ് ചെയ്യുക. ഇന്നത്തെ ദിവസം മാത്രം ജീവിക്കാൻ നോക്കുക. പ്രസൻറ്റിൽ ജീവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും. പാസ്റ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതിനെ ദുഃഖിച്ചിരുന്നിട്ട് നമ്മൾ രോഗിയാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ റിലീസ് ചെയ്യണം. അപ്പോഴേക്ക് ഈ കഫത്തിൻ്റെ ആദ്യമൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജലദോഷം വലിയൊരു പ്രശ്നമായിട്ടായിരിക്കും തോന്നുന്നില്ല. ഇത് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ലാണ്ട് കഫത്തിൻ്റെ പ്രത്യേകിച്ച് കാലാവസ്ഥ മാറുമ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ജലദോഷം നന്നായിട്ടുണ്ടെങ്കിൽ ആ ടൈമിന് വിശക്കുമ്പോൾ ഫ്രൂട്ട്സ് മാത്രം, വേവിക്കാത്ത ഫ്രൂട്ട്സ്, പിന്നെ വെള്ളം അധികം അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് കൊണ്ട് ആ ദിവസങ്ങൾ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് കഫം വരുന്നത് കുറയുകയും ചെയ്യും. പലപ്പോഴും നിങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലപ്പം കഫത്തിന് റെഡ് കളർ, ബ്ലഡിൻ്റെ കളർ ഉണ്ടാവും, പച്ച കളർ ഉണ്ടാവും. എന്തായാലും ആ പുറത്ത് പോകുമ്പോൾ പേടിക്കാതിരിക്കലും ഇതിന് ഒരു നല്ലൊരു സൊല്യൂഷനാണ്. എനിക്കൊക്കെ പിന്നീട് അക്യുപഞ്ചർ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം തണുപ്പ് പിടിച്ചപ്പോൾ റെഡ് കളറുള്ളത് മൂക്കിൽ നിന്ന് പോയിരുന്നു. ഞാൻ ഭയങ്കര പേടിച്ചു പോയിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് എൻ്റെ അക്യുപഞ്ചറിസ്റ്റിനെ കാണിച്ചു നോക്കിയ സാറ് പറഞ്ഞ് ഇത് കുഴപ്പമില്ല, ശരീരത്തിൻ്റെ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്ന ഒരു വേസ്റ്റ് ആയിരിക്കും പോയതെന്ന്. അതിനുശേഷം ഇന്ന് വരെ ഒരു പ്രശ്നവും 2 കൊല്ലത്തിന് മുകളിലായി. അതിനെക്കുറിച്ചൊരു ഇതോ വലിയ തലവേദനയോ വെയിൽ കൊള്ളുമ്പോൾ തലവേദനയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും വിശന്ന് ആഹരിക്കുക ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നന്നായി ചവച്ചരച്ച് ആഹരിക്കുമ്പോൾ തന്നെ ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കുറഞ്ഞ് വരുന്നത് കാണാം. അതും പകലിൽ എപ്പോഴും ശ്രദ്ധിക്കണം. വേവിച്ച സാധനം പകൽ 6 മണിയോടെ സൂര്യാസ്തമയത്തിന് മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വൈകുന്നേരം കഴിക്കുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സുകളാണ് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടി ഫാസ്റ്റിംഗ് കൊടുക്കുക ശരീരത്തിന്. മറ്റു പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചാൽ മതി. അത്രയും സമയം മെയിൻ്റനൻസ് ചെയ്യുമ്പോഴത്തേക്ക് ശരീരം നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയുടേതാകും. അതുപോലെ തന്നെ വെള്ളം സന്ധ്യയ്ക്ക് ശേഷം കുടിക്കാണ്ടിരിക്കുക. എന്ത് വെള്ളമായിക്കോട്ടെ വെള്ളമൊന്നും കുടിക്കാണ്ടെന്ന്. ജലദോഷം വരുന്ന സമയത്ത് നമ്മളൊന്ന് ശരീരത്തിന് അറിഞ്ഞ് പെരുമാറിയാൽ തീർച്ചയായിട്ടും ജലദോഷം ഒരു മാറാ രോഗമൊന്നല്ല, അത് പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ടും അങ്ങനെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവൻ മഴ കൊണ്ടാൽ പോലും പെട്ടെന്നൊന്നും ജലദോഷം പിടിക്കില്ല. ഇങ്ങനെ ഒരു ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ ബോഡി നമ്മൾ ഒരു ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ശീലങ്ങൾ നമ്മുടെ ശീലങ്ങളാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുഖമായിട്ട് ഏത് കാലാവസ്ഥയിലും നമുക്ക് ജലദോഷം ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.